ഏതാണ്ട് കിഴക്ക് ഭാഗത്തുള്ള ജബൽ അബീ ഖുബൈസിലും മറ്റൊരു ഘട്ടം അതിന്റെ മറുഭാഗത്തും ഇറങ്ങി വന്നു നിന്ന് അവിടുത്തെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തു. ഇഖ്തറബതി സ്സാഅതു വൻശഖൽ ഖമർ, ഖമർ പൊട്ടിപ്പിളർന്നു. ഇത് മുഅ്ജിസത്താണ്. ഈ മുഅ്ജിസത്ത് കേരളത്തിലെ ഒരു അമുസ്ലിം രാജാവ് കോഴിക്കോട്ട് വെച്ച് കാണുകയും പിന്നീട് അതിനെ സംബന്ധിച്ച് പഠിച്ച് മനസ്സിലാക്കിയപ്പോൾ ആ മുഅ്ജിസത്ത് കാണിച്ച വ്യക്തിയെ എനിക്കൊന്ന് കാണണമെന്ന് ഉദ്ദേശിച്ച് മക്കയിലേക്ക് പോയി ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തതാണ് നമ്മുടെ കേരളത്തിൽ ഇസ്ലാം മതം ആദ്യമായി വരാൻ കാരണം. എന്നാൽ ആ മുഅ്ജിസത്ത് ഇന്ന് നമുക്ക് കാണാനില്ല. അതുപോലെ നിരവധി മുഅ്ജിസത്തുണ്ട്. മിഅ്റാജ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമുള്ള മുഅ്ജിസത്താണ് മിഅ്റാജ്. ആ മിഅ്റാജും അന്ന് കഴിഞ്ഞുപോയി. എന്നാൽ പരിശുദ്ധ ഖുർആൻ എന്ന മുഅ്ജിസത്ത് ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിൽക്കുകയാണ്. ഒരു മാറ്റമില്ലാതെ, ഒരു വള്ളിപുള്ളിക്ക് വ്യത്യാസമില്ലാതെ അത് ഖുർആൻ ഇവിടെ നിലനിൽക്കുന്നു. ഇല്ലേ? ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ റാസി തങ്ങൾ പറഞ്ഞു, വബഖാഉൽ ഖുർആനി മിൻ ഗൈരി തഹരീഫിൻ വതബ്ദീലിൻ വതഗ്യീരിൻ മഅ കസ്റത്തി الدواعي وطول الزمن من أكبر معجزات النبي صلى الله عليه وسلم إنا نحن نزلنا الذكر وإنا له لحافظون. പരിശുദ്ധ ഖുർആൻ നമ്മളാണ് ഇറക്കിയത്, അതിനെ നമ്മൾ തന്നെ സംരക്ഷിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചില്ലേ? ആ ആയത്തിന്റെ തഫ്സീർ വെച്ചുകൊണ്ട് ഇമാം റാസി തങ്ങൾ പറയുന്നു, വളരെ കാലം അതാ കഴിഞ്ഞിട്ടും എത്രയോ ശത്രുക്കൾ അങ്ങേയറ്റം പരിശ്രമിച്ചു നോക്കിയിട്ടും ഖുർആനിന്റെ ഒരക്ഷരമോ ഖുർആനിന്റെ ഒരു പുള്ളിയോ വ്യത്യാസപ്പെടുത്താൻ സാധിച്ചിട്ടില്ലെന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വലിയ മുഅ്ജിസത്തുകളിൽ പെട്ടതാണ് കേട്ടോ. ഇത് ഖുർആന്റെ ലഫ്ളും ഹർഫും ആണ് എങ്കിൽ ആ ഖുർആനിന്റെ മഅനയും അതിന്റെ തത്വവും അതും ഇവിടെ ഖിയാമത്ത് നാൾ വരെ സംരക്ഷിക്കപ്പെടും എന്നതിന്റെ വ്യക്തമായ അടയാളമാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ഖലീൽ തങ്ങൾ നടത്തുന്ന ഈ സ്വലാത്തു നഗറിൽ ലക്ഷങ്ങൾ തടിച്ചുകൂടിയത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നലെ ബാംഗ്ലൂരിലും ഇതുപോലെ തടിച്ചുകൂടിയത് ഖുർആനിന് ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഖുർആനിന്റെ മഅന ബഹുമാനപ്പെട്ട അയിമ്മത്ത് അർബഅത്ത് പഠിപ്പിച്ച ദീൻ മതം ദീന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്, അവിടുന്ന് സഹാബത്ത് പഠിപ്പിച്ചത്, അവിടുന്ന് താബീകൾ പഠിപ്പിച്ചത്, അവിടുന്ന് ശേഷം അയിമ്മത്ത് അർബഅത്ത് പഠിപ്പിച്ചത്, ആ പഠിപ്പിച്ച ദീൻ ഇവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും. അതിനിവിടെ നുള്ളിട്ട് കളയാൻ ആർക്കും കഴിയില്ല. ഈ സ്ഥാപനം മഴതൽ സ്ഥാപനം എത്ര പ്രയാസമുണ്ട്. നിങ്ങളെ കുപ്പായിട്ട് കോട്ടുവിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സന്ധി കണ്ടാല് എല്ലാം എളുപ്പമാണ് എന്ന് ആളുകൾക്ക് തോന്നിപ്പോകും. അല്ല, വളരെയധികം പ്രയാസമുണ്ട്. വളരെ വളരെ പ്രയാസപ്പെട്ടിട്ടാണ് ജനങ്ങളെ നിങ്ങളെ മക്കൾക്ക് പഠിക്കാൻ വേണ്ടി, നിങ്ങളെ രാജ്യത്തുള്ള ജനങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ഈ സ്ഥാപനമുണ്ടാക്കുന്നത്. പൊന്മുള അബ്ദുൽ ഖാദർ മുസ്ലിയാർ അവിടെ ഹൈക്കമിയ എന്ന സ്ഥാപനം മഞ്ചേരിയിൽ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെയും ഇതുപോലുള്ളവരുടെയും മക്കൾക്ക് പഠിക്കാൻ വേണ്ടിയാണ് സ്ഥാപിച്ച് നടത്തുന്നത്.
മർക്കസ് തഖാഫത്തി സുന്നിയ. ഓ സുബ്ഹാനല്ലാഹ്, 25,000-ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനം. ആ സ്ഥാപനത്തിൽ ഇനിയും പോരായ്മയുണ്ട്, ഇനിയും ഒരുപാട് ചെയ്യേണ്ടതുണ്ട് എന്ന ഉദ്ദേശത്തിൽ ഞങ്ങൾ 100-ലധികം ഏക്കർ സ്ഥലം വാങ്ങി അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ചു. ഒരു മുസ്ലിം സംഘടനക്ക് ആദ്യമായിട്ടാണ് കേരളത്തിൽ ഒരു ലോ കോളേജ് പാസ്സായത്. അഡ്വക്കറ്റുമാരെ ഉണ്ടാക്കുന്ന കോളേജ്. അത് വലിയ അഡ്വക്കറ്റുകാരുണ്ടാവും, നിങ്ങൾ സംശയിക്കണ്ട. ഇതെല്ലാം കൂടി കൊടുത്ത് കണ്ട് ചൂടെടുത്തപ്പോ ഒരു കൂട്ടര് പോയിട്ട് കോടതിയെ സമീപിച്ചു. അങ്ങനെ ഒരു ലോ കോളേജ് നടത്താൻ സമ്മതിക്കൂല. എന്തായാലും അവർ പറഞ്ഞ കാരണം, ഈ ലോ കോളേജിനും മറ്റും ഉള്ള സ്ഥാപനം, നോളേജ് സിറ്റിയുടെ സ്ഥാപനം, ആനയും കരടിയും എല്ലാം ഇറങ്ങി വന്ന് വന്യമൃഗങ്ങൾ താമസിക്കുന്ന സ്ഥലത്താണ്. അതിന് വലിയ ഉപദ്രവമാണ്. വലിയ വലിയ മരങ്ങളുണ്ട് അവിടെ, അതൊക്കെ വെട്ടിമുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങ് ചെന്നൈയിൽ കിടക്കുന്ന ഒരു കോർട്ട് ചെന്നിട്ട് പറഞ്ഞപ്പോ, നല്ല മനുഷ്യന്മാര് പറഞ്ഞപ്പോ, കാഴ്ചയിലല്ലേ ആളുകൾ പറഞ്ഞപ്പോ ഇത് ശരിയായിരിക്കും വിചാരിച്ച് എന്നാ പിന്നെ അന്വേഷിച്ചിട്ട് നമുക്ക് പറയാന്ന് പറഞ്ഞിട്ട് കോടതി സ്റ്റേ വന്നു. അന്വേഷിച്ച് നോക്കുമ്പോഴോ നോളേജ് സിറ്റി എവിടെയാ? പുതുപ്പാടി കൈതപ്പൊയിൽ. അവിടെ മുഴുവനും കൈതച്ചക്ക ഉണ്ടാക്കുന്ന സ്ഥലമാണ്. ഒരൊറ്റ മരവും അവിടല്ല. ഒരു കരടിയുമില്ല, ഒരു പുലിയുമില്ല, ഒരു സാധനമില്ല. ശൈത്താനൊന്നും അതിലെ പോയത് മാത്രം, വേറെ യാതൊരു കേടും അവിടെയില്ല. ഇത് കോടതിക്ക് മനസ്സിലായപ്പോ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ പണിയെടുത്തു പോയിരുന്നു. സുബ്ഹാനല്ലാഹ്, ഇപ്പോഴും അവിടെ പണി നടക്കുന്നുണ്ട്, നന്നായിട്ട് പണി നടക്കുന്നുണ്ട്. അത് നടക്കുന്നത് കണ്ടപ്പോ ഈ കഴിഞ്ഞ 2-ാം തീയതി വീണ്ടും വേറെ ഒരു കോടതിയിൽ, ഇപ്പൊ നമ്മളെ കേസ് നടന്നുകൊണ്ടിരിക്കുന്ന കോടതിയല്ല, വേറെ ഒരു കോടതിയിൽ മെല്ലെ കൊണ്ടുവച്ചൊരു സ്റ്റേ. അവിടെ വർക്ക് നടക്കുന്നുണ്ട്, അവിടെ വന്യമൃഗങ്ങളൊക്കെ ഓടിപ്പോയി തുടങ്ങിയിരിക്കുന്നു, അങ്ങനെ അവിടെ വെള്ളം വറ്റിത്തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കുറെ എഴുതി ഉണ്ടാക്കിയിട്ട് ഒരു സ്റ്റേ മെല്ലെ വാങ്ങിയെടുക്കാൻ വേണ്ടി പോയി. പക്ഷേ അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ കറാമത്ത് കൊണ്ട് രാത്രി സമയത്ത് ഞങ്ങൾക്കത് വിവരം കിട്ടി. നാളെ ഇവർ വീണ്ടും സ്റ്റേക്ക് പോകുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, ഞങ്ങൾ പെട്ടെന്ന് ഇവിടുന്ന് വിളിച്ചു പറഞ്ഞു, അഡ്വക്കറ്റിനെ അയച്ചു. രാവിലെ ചെന്ന് സംഗതികൾ മനസ്സിലാക്കി കൊടുത്തപ്പോ കോടതി പറഞ്ഞു, അടുക്കാൻ പാടില്ല, ഈ സ്റ്റേയുമായിട്ട് കൊണ്ട് വേണ്ട, അവര് പണിയെടുക്കട്ടെ എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല നമുക്ക് ശക്തി തന്നു. ഞാനിവിടെ പറയുന്നത്, എന്തിനാണ് ഈ സ്റ്റേക്ക് പോകുന്നത്? ഇതിവിടെ സമുദായത്തിന്, നാടിന്, ലോകത്തിന് നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുടക്കാൻ, വേറെ ഒന്നുമല്ല. ഇതെത്രമാത്രം ശത്രുക്കളാണ്, അല്ലാഹുവിന്റെ ദീനിന്റെ ശത്രുക്കളാണ് എന്ന് നിങ്ങൾ ആലോചിക്കൂ. ഞങ്ങൾക്കതുകൊണ്ട് നഷ്ടമുണ്ടായി, ഒരുപാട് കാശ് ചെലവായി, ശരിയാണ്, വളരെയധികം ബുദ്ധിമുട്ടേണ്ടി വന്നു, എത്രയോ അധികം രാത്രികൾ ഉറക്കൊഴിക്കേണ്ടി വന്നു. അതെല്ലാം വന്നുവെങ്കിലും അവസാനം വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക്
അവസാനത്തെ ഗുണമുണ്ടാകുമെന്ന് ഖുർആൻ പഠിപ്പിച്ചതനുസരിച്ച് അല്ലാഹു നമുക്ക് ഗുണം തന്നു. നമ്മൾ വീണ്ടും ആരംഭിച്ചു പണി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നത് പരിശുദ്ധ ഖുർആൻ ഇന്നാ നഹ്നു നസ്സൽന الذിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ, ഖുർആൻ നമ്മളാണ് ഇറക്കിയത്, അതിനെ നമ്മൾ കാത്തുരക്ഷിക്കുമെന്ന് പറഞ്ഞാൽ ഖുർആനിന്റെ ലഫ്ളും അതിന്റെ ഹർഫും അതിന്റെ അക്ഷരങ്ങളും അതുമാത്രം ഇവിടെ നിലനിൽക്കുമെന്നല്ല, ആ ഖുർആൻ പഠിപ്പിച്ച സുന്നത്ത് ജമാഅത്തിന്റെ ദീന്, സുന്നത്ത് ജമാഅത്തിന്റെ ആശയം, അതും ഇൻഷാ അല്ലാഹ് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും എന്നാണ് ഈ ആയത്തിന്റെ അർത്ഥം. ആ നിലനിൽക്കുന്നതിന്റെ അടയാളമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിജയം തന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെയോ എതിർപ്പുകൾ ഇങ്ങനെ ഉണ്ടാകും. ഒരു വിഭാഗം ആളുകളെ അല്ലാഹു തആല അതിനായി പടച്ചതാണ്. വകദാലിക ജഅൽനാ ലികുല്ലി നബിയ്യിൻ അദുവ്വൻ, അല്ലാഹു തആല ഖുർആനിൽ പഠിപ്പിക്കുന്നു എല്ലാ നബിമാർക്കും ശത്രുക്കളുണ്ട്. എന്താണ് ശത്രുക്കൾ? ശയാത്തീനൽ ഇൻസി, ആദ്യം പറഞ്ഞ അതാ മനുഷ്യ ശൈത്താന്മാര്, വൽ ജിന്നി, ജിന്നിൽപ്പെട്ട ശൈത്താന്മാരും. രണ്ട് ശൈത്താന്മാരെയും അമ്പിയാക്കൾക്ക് ശത്രുക്കളായി ഇവിടെ ഉണ്ടാക്കിക്കൊടുത്തിട്ടുണ്ട് എന്ന് ഖുർആൻ തന്നെ പഠിപ്പിച്ചതാണ്. പക്ഷേ ഈ ആയത്തിന്റെ അവസാനം അല്ലാഹു പഠിപ്പിക്കുന്നത് വദറുഹും വമാ യഫ്തറൂൻ, അവര് കള്ളത്തരം പറഞ്ഞ് കച്ചുകെട്ടി ഉണ്ടാക്കി ഇവിടെ നടക്കുന്നുവെങ്കിൽ അവരെങ്ങനെ നടക്കട്ടെ, നിങ്ങൾ നിങ്ങളെ പണിയെടുത്ത് മുന്നോട്ട് നീങ്ങണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഞാൻ പറഞ്ഞത് ഈ മജ്ലിസ് ലൈലത്തുൽ ഖദ്ർ ആവാൻ സാധ്യതയുള്ള 27ാമത്തെ രാവ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയത് ദിക്ർ ദുആ ചൊല്ലി അല്ലാഹുവിനോട് ദുആ ചെയ്യാനാണ്. എന്നാൽ ഈ ദുആയിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ ദുആ നമ്മുടെ ഈമാനിന്റെ സംരക്ഷണമാകണം. നമ്മുടെ ഈമാൻ ഉറച്ചു നിൽക്കണം. നമ്മുടെ ഈമാൻ കട്ടിയുള്ളതാവണം. നമ്മുടെ ഈമാനിനെ ഒരിക്കലും ചൂഷണം ചെയ്യപ്പെട്ടു പോകരുത്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ, അതാണ് ശരിയായ അഖീദ കേട്ടോ, അതാണ് ശരിയായ വിശ്വാസം. അല്ലാത്തവര് മുഴുവനും ചതിയന്മാരും കളവ് പറയുന്നവരുമാണ്. നിങ്ങൾ നോക്ക്, ഇപ്പോൾ എന്റെ പേരിൽ മുജാഹിദുകൾ, ഇവിടുത്തെ കക്ഷികൾ ഒരു റിപ്പോർട്ട് ഇറക്കിയിരിക്കുന്നു വാട്സപ്പിൽ. എന്താണ്? കാന്തപുരം ഇപ്പോൾ വെള്ളിയാഴ്ച ജുമാ ഖുതുബ പ്രസംഗിക്കാൻ അനുവദിച്ചു. എന്താണത്? ഞാൻ പറഞ്ഞു ഇവിടെ സമ്മേളനങ്ങൾ നടത്താൻ, വഅളുകൾ നടത്താൻ നിരവധി ചെലവുകളുണ്ട്. നമ്മളെ കേരളത്തിൽ ഏറ്റവും അധികം ചെലവുള്ളത് ഈ വഅളും പ്രസംഗവും നോട്ടീസും വാൾപോസ്റ്റും ഇതിന്റെ ചെലവാണ്. ഇതെല്ലാം കൂടി കൂട്ടി നോക്കിയാൽ വമ്പിച്ചൊരു തുക നമുക്ക് ചെലവാകുന്നുണ്ട്. ഇത് ചെലവാകാതിരിക്കാൻ കഴിയുമായിരുന്നു വെള്ളിയാഴ്ച ജുമാ ഖുതുബ അറബി അല്ലാത്ത ഭാഷയിൽ പ്രസംഗിച്ചു കൊടുത്താൽ കഴിയുമായിരുന്നു. കാരണം വെള്ളിയാഴ്ച പള്ളിയിൽ എല്ലാവരും വരും. അവിടെ ഗ്രൂപ്പില്ല, അവിടെ വിഭാഗമില്ല. വയസ്സന്മാരും യുവാക്കളും കുട്ടികളും പുരുഷന്മാരും മുഴുവനും ആ ജുമാക്ക് വരും. സ്ത്രീകൾക്ക് പിന്നെ പോയി പറഞ്ഞു കൊടുത്താലും മതി. പുരുഷന്മാര് മുഴുവനും പള്ളിയിൽ വരും. വയസ്സന്മാര് പോലും വടി കുത്തിയിട്ട് വരും. അപ്പൊ ഖതീബ് ഇങ്ങനെ പറയുന്നത് മുഖത്തേക്ക് നോക്കി ശ്രദ്ധിച്ചിരിക്കുമ്പോൾ അറബിയല്ലാത്ത ഭാഷയിൽ പ്രസംഗിക്കുകയായിരുന്നുവെങ്കിൽ ജനങ്ങൾക്ക് വലിയ ഉപകാരമാവുകയും ഈ പ്രസംഗങ്ങളൊക്കെ നിർത്തുകയും ചെയ്യാമായിരുന്നു. പക്ഷേ
നമ്മൾ എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല? അത് അല്ലാഹു തആല വിരോധിച്ചത് കൊണ്ട് തന്നെ. അല്ലാഹു തആലയും അവന്റെ റസൂലും വിരോധിച്ചതാണ് വെള്ളിയാഴ്ച ജുമുഅ ഖുതുബ അറബിയല്ലാത്ത ഭാഷയിൽ നിർവഹിക്കൽ. വെള്ളിയാഴ്ച ജുമുഅ ഖുതുബ അറബിയിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അല്ലാത്ത ജുമുഅ ഖുതുബ ആരെങ്കിലും നിർവഹിച്ചു നിസ്കരിച്ചാൽ ആ നിസ്കാരം ബാത്തിലാണ്, ഖുതുബ ബാത്തിലാണ്, നിസ്കാരവും ബാത്തിലാണ്, കുറ്റക്കാരനാണ്. അങ്ങാടിയിലൂടെ കൂടെ പോകുമ്പോൾ ജുമുഅന്റെ സമയമായി പള്ളി ഇങ്ങനെ നോക്കുമ്പോ സുന്നികളെ പള്ളിയൊന്നും കാണുന്നില്ല. ഒരു പള്ളി ഉണ്ട്. ആ പള്ളിയിൽ ഇങ്ങനെ പരിഭാഷ ചെയ്യുന്നു, തർജ്ജമ ചെയ്യുന്ന പള്ളി. ഏതായാലും ഇവിടെ എത്തിയില്ലേ, ഒന്ന് കയറി വിക്കരിക്കട്ടെ എന്ന് വിചാരിച്ചുകൂടാ. കാരണം ആ ജുമുഅ ബാത്തിലാണ്. അറബിയല്ലാത്ത ഖുതുബ നിർവഹിക്കുന്ന ജുമുഅ അത് ബാത്തിലാണ്, അത് ഹറാമാണ്. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. ഈ പാടില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ പ്രസംഗം ചെയ്യാത്തത് എന്ന് ഞാൻ ഒരു സ്ഥലത്ത് പ്രസംഗിച്ചു. നല്ല പല സ്ഥലത്തും പ്രസംഗിച്ചിട്ടുണ്ട്. അതിന് അവസാനത്തെ ഭാഗം കൊണ്ടെടുത്തിട്ട് ആദ്യത്തെ ഭാഗം മാത്രം കൊടുത്ത് കാന്തപുരം ഇപ്പോൾ ജുമുഅ ഖുതുബ പരിഭാഷപ്പെടുത്താൻ സമ്മതിച്ചു. അപ്പോഴൊക്കെ നമ്മളെ ഈമാൻ ഇങ്ങനെ കൂടുക. അള്ളാഹുവിന്റെ റസൂല് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ദജ്ജാലൂന കദ്ദാബൂന സയഖൂലു ഫീ ആഖിരി സമാൻ, അവസാന കാലം ഉണ്ടാകും ദജ്ജാലൂന വളച്ചൊടിക്കുന്നവര്, കദ്ദാബൂന അങ്ങേയറ്റം കളവ് പറയുന്നവര്. അപ്പോ പച്ചക്കളവ് പറഞ്ഞിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച്, അങ്ങനത്തെ ജനങ്ങളല്ല ഞങ്ങളെ നമ്മളെ സുന്നിയത്. മുജാഹിദീങ്ങൾ മനസ്സിലാക്കണം, ഞങ്ങളെ സുന്നികളെ നിങ്ങൾ ഇങ്ങനെ ഒരു വാട്സപ്പ് കൊടുക്കുമ്പോഴേക്ക് തെറ്റിദ്ധരിച്ചു പോകുന്നവരല്ല, ബുദ്ധിയുള്ളവരാണ്, പഠിച്ചിട്ടുള്ളവരാണ്, ഈ നേതാക്കളെ സ്വീകരിച്ചിട്ടുള്ളവരാണ് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രത്യേകമായ ഖുസൂസിയാത്ത്, അതിൽ ഖസായിസ്, അതിൽപ്പെട്ടതാണ് റമളാനും ലൈലത്തുൽ ഖദ്റും പരിശുദ്ധ ഖുർആനും. റസൂലുള്ളാഹിന്റെ ഖസായിസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു, ഇനി അവിടെ തെറ്റിദ്ധരിച്ചു പോകണ്ട. 9 പെണ്ണുകെട്ടൽ റസൂലുള്ളാഹിന്റെ ഖസായിസാണ് എന്ന് പറഞ്ഞാൽ അത് റസൂലുള്ളാഹിക്ക് മാത്രമേ പാടുള്ളൂ എന്നാണ് ഞാൻ ഇവിടെ പറയുന്നത്. അതല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അവിടത്തെ ഉമ്മത്തുകൾക്കും മാത്രമുള്ള ഖസായിസാണ്, മറ്റ് ഉമ്മത്തുകൾക്ക് ഇല്ലാത്തതാണ് ഈ പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങളൊക്കെ പരിശുദ്ധ ഖുർആൻ ഓതണം. ഇന്നും ഓതണം, നാളെയും ഓതണം, റമളാൻ കഴിഞ്ഞാലും ഓതണം. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഒരു ഹർഫ് ഓതിക്കഴിഞ്ഞാൽ അതിന് 10 ഹസനത്ത് ലഭിക്കുന്നത് വുളു ഇല്ലാതെ ഓതുന്നതിനാണ്. വുളു എടുത്ത് ഓതിയാൽ ആ 10 ഹസനത്തിന്റെ ഇരട്ടി, ഒരു 10 കൂടിയോ അല്ലെങ്കിൽ അതിലധികമോ കിട്ടുന്നു. അത് പള്ളിയിൽ വെച്ച് ഓതുമ്പോൾ അതിന് 70 ഹസനത്ത് കിട്ടുന്നു. നിസ്കാരത്തിൽ ഓതുമ്പോൾ 700 ഹസനത്ത് കിട്ടുന്നു. റമളാൻ മാസത്തിൽ ഓതുമ്പോൾ ആ 700ന്റെ 70 ഇരട്ടി പ്രതിഫലം കിട്ടുന്നു. അങ്ങനെ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ അൽ മുതഅബ്ബദു ബിതിലാവതിഹി, അതാ ഓതൽ കൊണ്ട് കൽപ്പിക്കപ്പെട്ടത്, അല്ലെങ്കിൽ ഓതൽ കൊണ്ട് ഇബാദത്തെടുക്കപ്പെടുന്നത്, അതും റസൂലുള്ളാഹിന്റെ ഖുർആനിന്റെ പ്രത്യേകതയാണ്. തൗറാത്ത്, ഇൻജീൽ, സബൂർ അതിലൊന്നും അങ്ങനെയുള്ള ഓതൽ കൊണ്ട് ഇബാദത്ത് ചെയ്യപ്പെടുന്നതല്ല. പരിശുദ്ധ ഖുർആൻ ഒരാൾ അർത്ഥം അറിയാതെ ഓതിയാലും
അവന് പ്രതിഫലം കിട്ടുന്നു. അർത്ഥം അറിഞ്ഞുകൊണ്ട് ചിന്തിച്ചോതിയാൽ അതിനേക്കാളും വലിയ പ്രതിഫലം കിട്ടുന്നു. പരിശുദ്ധ ഖുർആൻ കേട്ടാൽ പ്രതിഫലം കിട്ടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ഒരു സ്വഹാബിയോട് പറഞ്ഞു, നീ ഒന്ന് പരിശുദ്ധ ഖുർആൻ ഓതണം, ഞാൻ ഒന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ സ്വഹാബി ഖുർആൻ ഓതുന്നു. ഓതിയിട്ട് സൂറത്തുൻ നിസാ ഓതി ഏതാനും ആയത്തുകൾ എത്തിയപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, മതി മതി മതി, എനിക്ക് കേൾക്കാൻ കഴിയുന്നില്ല. അവിടുന്ന് അതാ കണ്ണിൽ നിന്ന് കണ്ണുനീര് വാർത്തുകൊണ്ട് കരയുകയാണ്. സഹോദരങ്ങളെ, എന്താണ് നിങ്ങൾ മനസ്സിലാക്കണം? അങ്ങനെ പരിശുദ്ധ ഖുർആനിന്റെ അർത്ഥം ചിന്തിച്ചുകൊണ്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരയുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം പരിശുദ്ധ ഖുർആൻ ഓതുന്നു, റസൂലുള്ളാഹി കേട്ടിരിക്കുന്നു. റസൂലുള്ളാഹി ഓതുന്നു, ജിബ്രീൽ അലൈഹിസ്സലാം കേട്ടിരിക്കുന്നു. അങ്ങനെ കാന യുദാരിസുൽ ഖുർആൻ, ഖുർആനെ അങ്ങോട്ടും ഇങ്ങോട്ടും മുദാറസത്ത് ചെയ്യുന്നവരായിരുന്നു. പരിശുദ്ധ റമളാനിൽ വകാന നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അജ്വദന്നാതി, അല്ലാഹുവിന്റെ ഹബീബ് ലോകത്തുള്ള ജനങ്ങളിൽ വെച്ച് ഏറ്റവും അധികം ധർമ്മം ചെയ്യുന്നവരായിരുന്നു. റസൂലുള്ളാഹിനെ പോലെ ധർമ്മം ചെയ്ത മറ്റൊരു മനുഷ്യരില്ല. റമളാൻ, അല്ലാഹുവിന്റെ ഹബീബ് ഏറ്റവും അധികം ധർമ്മം ചെയ്തത് റമളാൻ മാസത്തിലാണ്. അത് തന്നെ യുദാരിസുൽ ഖുർആൻ, ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ഖുർആൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓതി കേൾപ്പിക്കുന്നു റമളാനിൽ. ആ സമയത്ത് റസൂലുള്ളാഹിന്റെ ധർമ്മം വലിയ ധർമ്മമാണ്. അങ്ങേയറ്റത്തെ ധർമ്മം ചെയ്യുന്ന റമളാനിൽ സഹോദരങ്ങളെ, ഇനി 2-3 ദിവസമാണ് നമുക്കുള്ളത്. ഈ ദിവസങ്ങളിൽ നിങ്ങൾ ധർമ്മം വർദ്ധിപ്പിക്കണം. ദാനധർമ്മം ചെയ്യേണ്ടുന്ന മാസമാണ്. പരിശുദ്ധ ഖുർആൻ ഓതേണ്ടുന്ന മാസമാണ്. മഗ്ഫിറത്തിന് വേണ്ടി ചോദിക്കേണ്ടുന്ന മാസമാണ്. അല്ലാഹുവിനോട് പുറത്തു തരാൻ പറയാൻ നിങ്ങളും ഞാനും മടിക്കരുത് കേട്ടോ. അർഹമുർ-റഹീമായ അല്ലാഹു നമുക്ക് എത്ര വലിയ ദോഷമാണെങ്കിലും നമ്മുടെ തൗബ ശരിയായിട്ടുണ്ടെങ്കിൽ അല്ലാഹു അത് സ്വീകരിക്കാൻ തയ്യാറാണ്. നിങ്ങൾ മനസ്സിലാക്കണം, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു, അല്ലാഹുവിന് ഒരുപാട് സിഫത്തുകളുണ്ട്. മുതഅല്ലിമീങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യം ഞാൻ പറയട്ടെ. അല്ലാഹുവിന് സിഫത്തുകൾ 99 മഷ്ഹൂറായ സിഫത്തുകളുണ്ടല്ലോ. ആ സിഫത്തിൽ ഗഫൂർ, പൊറുത്തു കൊടുക്കുന്നവൻ എന്നൊരു സിഫത്തും ഉണ്ട്. ഈ സിഫത്തുള്ളത് കൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് അല്ലാഹു തആല ഖുദ്സിയായ ഹദീസിൽ പറഞ്ഞത്, ലൗലം തുദ്നിബൂ ഫനഅതി ബിഖൗമിൻ യുദ്നിബൂന ഫയസ്തഗ്ഫിറൂന. ദോഷം ചെയ്യുന്ന ആളുകളില്ലെങ്കിൽ ദോഷം ചെയ്തിട്ട് പൊറുക്കല്ല തേടുന്നവരെ ഞാനിവിടെ കൊണ്ടുവരും എന്ന് പറഞ്ഞ ഹദീസ് പറഞ്ഞതിന്റെ അർത്ഥം മുതഅല്ലിമീങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. തെറ്റിദ്ധരിച്ചു പോകണ്ട. തെറ്റ് ചെയ്യാൻ അല്ലാഹു കൽപ്പിച്ചു എന്ന് തെറ്റിദ്ധരിക്കണ്ട. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു എന്ന് തെറ്റിദ്ധരിക്കണ്ട. മറിച്ച് അല്ലാഹുവിന് റഹ്മാൻ എന്ന സിഫത്തുള്ളതുപോലെ, റഹീം എന്ന സിഫത്തുള്ളതുപോലെ, ഗഫൂർ എന്ന് ഗഫാർ എന്നൊക്കെ സിഫത്തുണ്ടല്ലോ. സിഫത്ത് ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഏതെങ്കിലും ദോഷം ചെയ്യുന്നവൻ ഉണ്ടാവുകയും അവർ തൗബ ചെയ്യുകയും അവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കുകയും ചെയ്യും എന്നാണ് അതിന്റെ അർത്ഥമെന്ന് എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ ഓതുന്ന സമയത്ത് ചിന്തിക്കാൻ വേണ്ടി ഞാനിത് പറഞ്ഞു തരുന്നു. അങ്ങനെ അർഹമുർ-റഹീമായ റബ്ബ് നമുക്ക് പുറത്തു തരുന്നവനാണ്. അല്ലാഹു നമുക്ക് മാപ്പ് ചെയ്യുന്നവനാണ്.
അതുകൊണ്ട് സഹോദരങ്ങളെ, യുവാക്കളെ, എന്റെ കരളിന്റെ ഘട്ടങ്ങളായ യുവാക്കളെ, ഇതാ ഈ കാണുന്നത് 99% യുവാക്കളാണ്. നിങ്ങൾ ഈ യൗവനകാലത്ത് അള്ളാഹുവിന് വഴിപ്പെടുന്നവരായി ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. വഫീനാ റസൂലുള്ളാഹി യത്ലൂ കിതാബഹു ഇദൻ ശഖ്ഖ മഅറൂഫുൻ മിനൽ ഫജ്രി സാത്തിഊ. രണ്ട് മിനിറ്റ്. وفينا رسول الله يتلو كتابه إذا انشق معروف من الفجر ساطع أرانا الهدى بعد العمى فقلوبنا به موقنات أن ما قال واقع يبيت يدافي جنبه عن فراشه إذا استثقلت بالمشركين المضاجع. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു റവാഹത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം ബുഖാരി ഉദ്ധരിച്ചതാണ്. എന്റെ ചുരുക്കം എന്താണ്? ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധാരാളമായി ഖുർആൻ ഓതുമായിരുന്നു. റസൂലുള്ള തഹജ്ജുദ് നിസ്കരിക്കുമായിരുന്നു. എല്ലാ രാത്രിയും അല്പം ഉറങ്ങിക്കഴിഞ്ഞാൽ തഹജ്ജുദ് നിസ്കരിക്കുമായിരുന്നു. ഓ പ്രിയപ്പെട്ട യുവാക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളും ഇബാദത്ത് ചെയ്യാൻ, ഞാനും നിങ്ങളും തഹജ്ജുദ് നിസ്കരിക്കാൻ പ്രത്യേകമായി തയ്യാറാകണമെന്ന് ഈ സമയത്ത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു മനുഷ്യനും സുബഹിക്ക് എഴുന്നേൽക്കാതെ കഴിയില്ലല്ലോ. എന്നാൽ അങ്ങനെ എഴുന്നേൽക്കുന്നത് അരമണിക്കൂർ മുമ്പ് എഴുന്നേറ്റാൽ നിങ്ങൾക്ക് ഒന്നുകൊണ്ടാക്കി 2-4 റക്അത്തെങ്കിലും നിസ്കരിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. തഹജ്ജുദ് നിസ്കാരം ഏറ്റവും വലിയ ഇബാദത്താണ്. ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു സയ്യിദു ത്വായിഫത്ത് എന്ന് പറയുന്ന ഔലിയാക്കളുടെ സൂഫിയാക്കളുടെ നേതാവ് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു വഫാത്തായതിന്റെ ശേഷം അവിടുത്തെ മുരീദുമാര് ശിഷ്യന്മാര് സ്വപ്നത്തിൽ കണ്ടപ്പോൾ പറഞ്ഞത്, ജുനൈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും, എന്റെ മരണാനന്തരം എന്റെ ജീവിതത്തിൽ ചെയ്ത അമലുകളിൽ ഏറ്റവും അധികം ഉപകാരപ്പെട്ടത് റുഖയ്അത്തുൻ നർകഉ ഫിസ്സഹ്രി ഫീ ജൗഫിൽ ലൈലി, രാത്രിയുടെ പാതിരാ സമയത്ത് ഞാൻ നിസ്കരിച്ചിരുന്ന ഏതാനും റക്അത്തുകൾ, തഹജ്ജുദ് നിസ്കാരം, അതാണ് എനിക്ക് ഉപകാരപ്പെട്ടത് മക്കളെ. അതുകൊണ്ട് നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കണം കേട്ടോ എന്ന് ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു തന്റെ മുരീദുമാരോട് പറഞ്ഞു കൊടുത്തതായി കാണാം. പ്രിയപ്പെട്ട മുഅ്മിനേ, യുവാവേ, നിന്റെ ആരോഗ്യമുള്ള സമയം നീ തഹജ്ജുദ് നിസ്കരിക്കുക. 5 നേരത്തെ ഫർദ് നിസ്കാരം ഒരിക്കലും ഒഴിവാക്കിക്കൂടാ. അതിന്റെ കൂടെയുള്ള സുന്നത്തുകൾ നിസ്കരിക്കണം. കൂടാതെ തഹജ്ജുദ് നിസ്കരിക്കണം, തറാവീഹ് നിസ്കരിക്കണം, മറ്റെല്ലാ സുന്നത്തുകളും കഴിവിന്റെ പരമാവധി നിസ്കരിക്കണം. അങ്ങനെ നിസ്കരിക്കുകയും നമ്മുടെ മുൻഗാമികളുടെ മാർഗത്തിലേക്ക് നമ്മൾ അടുക്കുകയും വേണം. തസവ്വുഫ്, നിങ്ങൾ നോക്ക്, ഇവിടെ എല്ലാവരും തസവ്വുഫ് എന്ന് പറയുമ്പോ അതിനെ എതിർക്കുകയും അതെന്തോ ഒരു കെട്ടുകഥയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയും ചെയ്യാൻ തുടങ്ങിയിരുന്നു ചില അറബ് ലോകത്തൊക്കെ. ഞങ്ങളിപ്പോ മൊറോക്കോയിൽ ഒരു സമ്മേളനത്തിന് പോയി. ആ സമ്മേളനത്തിന്റെ വിഷയം തന്നെ ദൗറത്തു തസവ്വുഫ് ഫീ മുകാഫഹത്തി തതറുഫ്, ഭീകരവാദത്തെ തടയാൻ തസവ്വുഫിന് മാത്രമേ കഴിയുകയുള്ളൂ. തസവ്വുഫുണ്ടായാൽ മാത്രമേ ഭീകരവാദത്തെ തടയാൻ കഴിയുകയുള്ളൂ. ഞാൻ പറയട്ടെ, അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നമ്മുടെ കേരളത്തിൽ ഒരൊറ്റ മുസ്ലിമും ഭീകരവാദിയായി ഇല്ല.
എന്തുകൊണ്ടില്ലാത്തത്? ഇവിടുത്തെ ഉലമാ, ഇവിടുത്തെ സയ്യിദന്മാർ ഇതുപോലുള്ള സദസ്സുകൾ സംഘടിപ്പിച്ച് അടിക്കടി ഉപദേശിച്ചുകൊണ്ടിരുന്നില്ല. അതുകൊണ്ട് രാഷ്ട്രത്തലവന്മാരോടും ഭരണാധികാരികളോടും മുഴുവൻ ജനങ്ങളോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, അങ്ങകലെ യൂറോപ്യൻ നാടുകളിലും അറബ് നാടുകളിലുമെല്ലാം ഉള്ളതുപോലെയുള്ള ആ ഭീകരതയും തീവ്രതയും ഇങ്ങോട്ടും കടന്നു വന്നുകൊണ്ടിരിക്കാൻ ശ്രമം നടക്കുകയാണ്. അതൊരിക്കലും അനുവദിച്ചുകൂടാ. അതിന് ഞങ്ങൾ അനുവദിക്കുകയില്ല. അതേ സമയത്ത് ഗവൺമെന്റും നല്ലപോലെ പിന്തുണ നൽകണം, എല്ലാവരും സഹകരിക്കണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങളെല്ലാവരും അള്ളാഹുവിനോട് പ്രത്യേകം പ്രാർത്ഥിക്കുക. അള്ളാഹുവിന്റെ ദീൻ ഇവിടെ നിലനിൽക്കാൻ, അതിനുവേണ്ടി പ്രവർത്തിക്കാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകി തരുമാറാകട്ടെ. അള്ളാഹു ആയുസ്സിന് നീട്ടിത്തരുമാറാകട്ടെ. അർഹമുർ-റഹീമായ റബ്ബ് നമുക്ക് ഈമാനെയും തഖ്വനെയും ഏറ്റിത്തരുമാറാകട്ടെ. അർഹമുർ-റഹീമായ മലിക്കുൽ മുലൂക്കായ അല്ലാഹ്, നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്തിനെ വർദ്ധിപ്പിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണം അല്ലാഹ്. ഈ കണ്ടുകൊണ്ട് നോക്കിയാലെത്താത്ത അത്രയും ദൂരസ്ഥലത്ത് പുരുഷന്മാരും അതിന്റെ അപ്പുറത്ത് ശബ്ദം കേൾക്കുന്ന സ്ഥലത്ത് ഉമ്മമകന്മാരുമെല്ലാം തടിച്ചുകൂടിയത് അല്ലാഹ് സാധുക്കളായ ഞങ്ങളുടെ വാക്ക് കേൾക്കാനും അതുപോലെ ഈ ദിക്റും സലാത്തും ചെല്ലാനുമാണ്. ഇവിടെ അത്ഭുതങ്ങളൊന്നും കാണാനല്ല, നിന്റെ റഹ്മത്തിനെ ആഗ്രഹിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് റബ്ബേ, ഈ പുണ്യമായ രാത്രിയിൽ നീ ഞങ്ങൾക്ക് ബർക്കത്ത് ചൊരിച്ചു തരണേ അല്ലാഹ്, ചൊരിച്ചു തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ മഹാന്മാർ ഉസ്താദുൽ അസാത്തീദും ഒക്കെ സൈനുദ്ദീൻ കുട്ടി ഉസ്താദ് അവറുകളും അതുപോലെ തിരൂരങ്ങാടി ബാബു മുസ്ലിയാർ, അതുപോലെ കൊണ്ടൂർ ഉസ്താദ് തുടങ്ങി ഹുസൈൻ ശിഹാബ് തങ്ങളടക്കം എല്ലാവരും, അതുപോലെ മർക്കസിന്റെ പ്രസിഡന്റുമാരായിരുന്ന അവേലത്ത് തങ്ങളും ജബലുല്ലയിലെ തങ്ങളും ഫസല് തങ്ങളും അങ്ങനെ തുടങ്ങി എല്ലാ ആളുകളും, ഒരുപാട് ആളുകൾ ഞങ്ങളിൽ നിന്ന് മരിച്ചു പോയിട്ടുണ്ട്. ഇസ്മായിൽ ഉസ്താദ് അടക്കമുള്ള ആലിമീങ്ങൾ, ചെറുസോല ഉസ്താദ്, അങ്ങനെ തുടങ്ങി നിരവധി ആലിമീങ്ങൾ, പൊടിയാട്ടുകാരൻ ബാപ്പു മുസ്ലിയാർ, കൊയിലാണ്ടിയിലെ ഖാദി, അവസാനം മർക്കസ് തഖാഫത്തി സുന്നിയിൽ മുദരിസായി ആ കാലഘട്ടത്തിലാണ് മരണപ്പെട്ടു പോയത്. അർഹമുർ-റഹീമായ അല്ലാഹ്, അങ്ങനെ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ നിരവധി ആളുകളുണ്ട്, എണ്ണി എണ്ണി പറയാൻ കഴിയില്ല. അവർക്കെല്ലാം നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. ആലിമീങ്ങളെ ശക്തിപ്പെടുത്തിയ പ്രമാണിമാര്, നമ്മുടെ ചാലിയം ബേപ്പി ബാബഹാജിയെപ്പോലെ, കൊടുവള്ളി കുഞ്ഞമ്മദ് ഹദികാരിയെപ്പോലെ ഒരുപാട് വലിയ പ്രമാണിമാരും മുതലാളിമാരും ഞങ്ങളെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും നീ റഹ്മത്തും മഗ്ഫിറത്തും ചെയ്യണേ അല്ലാഹ്. അടുത്ത ദിവസം ഞങ്ങളോട് വിട്ടുപിരിഞ്ഞു പോയ വൈലത്തൂർ മാമ മുസ്ലിയാർ ഒരുപാട് കൃതിയുടെ മുസന്നിഫ് കൂടിയായ മഹാനവറുകളും അവർക്കും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്, ദർജന ഏറ്റിക്കൊടുക്കണേ അല്ലാഹ്. ഈ ഒരുമിച്ച് കൂടിയ ജനങ്ങളിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾ, ഉസ്താദുമാര്, ശിഷ്യന്മാര്, സഹോദര സഹോദരികള്, കുടുംബങ്ങളെല്ലാമുണ്ട്. അവർക്ക് മുഴുവനും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്, നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്, മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. അർഹമുർ-റഹീമായ റബ്ബേ, ഞങ്ങൾക്കിവിടെ എല്ലാ നേതൃത്വവും നൽകി ഞങ്ങളെ ഈ പ്രസ്ഥാനത്തിൽ ഉറപ്പിച്ച് നിർത്തിയ ബഹുമാനപ്പെട്ട താജുൽ ഉലമയില്ലാത്ത സ്വലാത്ത് മജ്ലിസ് ഉണ്ടാവാറില്ല. അവിടുത്തെ ഹയാത്ത് കാലത്ത് അവരിന്ന് ഞങ്ങളോടൊപ്പമില്ല.
അവർക്ക് നീ ദർജന ഏറ്റിക്കൊടുക്കണം റഹ്മാനെ, ഏറ്റിക്കൊടുക്കണം റഹ്മാനെ. ഈ കേരളത്തിൽ മദ്രസ പ്രസ്ഥാനത്തിന് തറക്കല്ലിടുകയും അതിന് തുടക്കം കുറിക്കുകയും എല്ലാ പദ്ധതികളും ആവിഷ്കരിക്കുകയും ചെയ്തു തന്നത് ബഹുമാനപ്പെട്ട എം.എ. അബ്ദുൽ ഖാദിർ മുസ്ലിയാർ അവർകളാണ്. അദ്ദേഹത്തിനും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ, ദർജന ഏറ്റിക്കൊടുക്കണേ അല്ലാ. ആ പാഠ്യപദ്ധതി അനുസരിച്ചുള്ള മദ്രസകൾ ഇല്ലാത്ത ഒരുപാട് കറിയകൾ, ഒരുപാട് മഹല്ലത്തുകളുണ്ട്. അത് കഴിവില്ലാത്തതുകൊണ്ട്, സാമ്പത്തികമായ കഴിവില്ലാത്തതുകൊണ്ട് വളരെ വിഷമിക്കുന്നവർക്ക് ഒരു ചെറിയ സഹായമെങ്കിലും ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചതനുസരിച്ച് പെരുന്നാളിന്റെ ദിവസം ഒരു ഡെവലപ്മെന്റ് ഫണ്ട് രൂപീകരിച്ചത്, അതിലേക്കൊരു പിരിവ് എല്ലാ പള്ളികളിൽ നിന്നും എടുത്ത് നിങ്ങൾ കൊടുത്തയക്കണം. പാവപ്പെട്ടവർക്ക് മദ്രസയുണ്ടാക്കി കൊടുക്കാൻ, പാവപ്പെട്ട ജനങ്ങൾക്ക്, വളരെ കഷ്ടപ്പെട്ട ജനങ്ങൾക്ക് മദ്രസയുണ്ടാക്കി കൊടുക്കാൻ, ഇൽമുണ്ടാക്കി കൊടുക്കാൻ നിങ്ങൾ സഹായിക്കണമെന്ന് ജനങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. മുടക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ വേണ്ട, നമ്മളാരുമില്ല. സ്റ്റേ കൊണ്ടുവരാനും മുടക്കാനും പോകുന്നത് അത് മുനാഫിക്കും കപടവിശ്വാസിയും മാത്രമാണ്. മുഅ്മിനീങ്ങൾക്കത് സാധിക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ ഹക്കിനു വേണ്ടി നിലനിൽക്കുക. അർഹമുർ-റഹീമായ അല്ലാഹ്, നീ തൗഫീഖ് ചെയ്യണേ റഹ്മാനെ, നീ തൗഫീഖ് ചെയ്യണേ റഹ്മാനെ. ഇനിയുള്ള ഏതാനും ദിവസങ്ങൾ മാത്രമാണുള്ളത്. ഈ ദിവസങ്ങളിലെല്ലാം നമുക്കൊരുപാട് മജ്‌ലിസുകളുണ്ട്. നാളെ രാവിലെ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട്, രാത്രിയൊന്നും സമയമില്ലാത്തത് കൊണ്ട്, നാളെ രാവിലെ 10 മണിക്ക് മർക്കസ് സഖാഫത്ത് സുന്നിയയിൽ ഒരു തിലാവത്തുൽ ഖുർആനിന്റെയും ദുആഇന്റെയും പരിപാടി വെച്ചിട്ടുണ്ട്. സൗകര്യമുള്ളവർ വരണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അടുത്ത ദിവസം കൊണ്ടോട്ടിയിൽ ബുധനാഴ്ച സുലൈമാൻ ഉസ്താദ് ഇവിടുന്ന് ഫോൺ ചെയ്തുകൊണ്ട് പറഞ്ഞതാ, കൊണ്ടോട്ടി ഒഴിവാക്കരുത് എന്ന്. അവിടെയുമുണ്ട്, നിങ്ങളൊക്കെ വരണം. പിന്നെ മഞ്ചേരിയിൽ സമയം പറഞ്ഞിട്ടില്ല, ഇൻഷാ അല്ലാഹ് സമയം ഒപ്പിച്ച് പറയാമെന്ന് ബന്മോളിനോട് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. എടരിക്കോട് താജുൽ ഉലമാ സ്മാരകത്തിൽ സ്ഥലമെടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഉണ്ടാവും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ ജനങ്ങളൊക്കെ ഉണ്ട്, തരുവല്ലാരും ആരും തരാതിരിക്കൂല. ഈ മുടക്കലുകാരൊന്നും നടക്കൂല. മുടക്കലുകാരൊക്കെ മുടങ്ങിപ്പോട്ടെ, മുടക്കലുകാർ മുടങ്ങിപ്പോട്ടെ. അവരെ ശർറ് അല്ലാഹ് കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹുമ്മ അൻത അഅലമു اللهم إن القوم الذين أنت أعلم بهم قد استعدوا بعز أنفسهم في مكرهم وخديعتهم وعنادهم وجمعهم. اللهم اجعل تدبيرهم تدميرا. اللهم اجعل تدبيرهم تدميرا. اللهم اجعل التدمير في تدبيرهم يا جبار يا قهار. اللهم ما قضيت لنا من نمد وشرعنا فيه بتوفيقك وتيسيرك فتممه لنا بأكمل الوجوه وأسودها، فإنك على كل شيء قدير وبالإجابة جدير. അല്ലാഹ്, ബഹുമാനപ്പെട്ട തങ്ങളവർക്ക് സംസാരിക്കാനുണ്ട്, ഒരുപാട് ദ്വാരക്കാനുണ്ട്. ഞാൻ നീട്ടിപ്പോയെങ്കിൽ തങ്ങൾ വിചാരിക്കേണ്ട. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും ഈമാനും ഹിദായത്ത് ആഫിയത്ത് വെച്ച് തരട്ടെ. ഇസ്സത്തോടെയുള്ള ആഫിയത്തോടുകൂടിയുള്ള ദീർഘായുസിന് നിങ്ങൾക്ക് ദ്വാരക്കുക. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു റഹ്മാനുറഹീമേ, ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിക്കല്ലേ അല്ലാഹ്. ഞങ്ങൾ ഒരുപാട് പദ്ധതികളുണ്ട്, അതെല്ലാം പൂർത്തിയാക്കാൻ ഞങ്ങൾക്ക് ദീർഘായുസ് നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് ആഫിയത്ത് നൽകണേ അല്ലാഹ്, ഇസ്സത്ത് നൽകണേ അല്ലാഹ്. എല്ലാ സാഹിര്യങ്ങളും സെഹറിൽ നിന്നും ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ചതിയന്മാരെ ചതിയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്.
എല്ലാ ചതിയന്മാരുടെ ചതിയും നീ ഖായിബാക്കി തള്ളിക്കളയണേ അല്ലാ. അവരോട് നേരിടാൻ ഞങ്ങളുടെ കയ്യിൽ യാതൊരു ആയുധവുമില്ല, ദുആ മാത്രമാണുള്ളത്. അതുകൊണ്ട് റബ്ബേ, അവരുടെ എല്ലാ ചതിയും അവരെ നെഞ്ചിലേക്ക് തന്നെ കൊടുത്ത് ഞങ്ങളെ രക്ഷപ്പെടുത്തി തരണേ അല്ലാ. ഞങ്ങളിലേക്ക് ഒരിക്കലും ആ ചതികൾ എത്താതെ അവരിലേക്ക് തന്നെ നീ തിരിച്ച് ഞങ്ങളെ രക്ഷപ്പെടുത്തി തരണേ അല്ലാ. اللهم إنا نجعلك في نحورهم ونعوذ بك من شرورهم. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وصلى الله على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. ഉദ്ഘാടന പ്രസംഗം ആയിട്ടേ ഉള്ളൂ. ഇനി 2 മണിക്കൂർ കൂടി ഉണ്ടല്ലോ ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ പ്രധാന ഇനമാകുന്ന സ്വലാത്ത് ആരംഭിക്കുകയാണ്. തൗബ 1000 തവണ അല്ലാഹ് എന്ന ജലാലത്തിന്റെ ഇസ്മ എല്ലാം നമുക്ക് ബാക്കി കിടക്കുന്നു. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഏറ്റവും പ്രധാനപ്പെട്ട സ്വലാത്തിലേക്ക് പ്രവേശിക്കുക. നാരിയ സ്വലാത്ത് ഓരോരുത്തരും 42